ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. അതിരടി അളിയാ, ആരാണ് നായകൻ? അത് തീരുമാനമാക്കിയിട്ട് നമുക്ക് ഇതിന്റെ റിവ്യൂലേക്ക് കടന്നാൽ മതി. ബേസില് ടൊവിനോ. അതെങ്ങനെയാവും? പറ. അതായത് നായകന്റെ സ്വഭാവം ബേസിലാണ്, ശരിയാണ്. പക്ഷെ ചെറുക്കൻ തൂക്കിയില്ലേ? അങ്ങനെ പറയാൻ പറ്റൂല. പല സമയങ്ങളിലും ടോവിനോ തൂക്കിയിട്ടുണ്ടെങ്കിൽ പോലും ബേസില് ബേസിലും തൂക്കിയിട്ടുണ്ട്. പിന്നെ നായകൻ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതാണല്ലോ നമ്മളെല്ലാരും കുറച്ചും കൂടി നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് നായകനോടുള്ളത്. ഇതിപ്പോ നായകനെതിരെ നിൽക്കുന്ന, അതായത് ബേസിലെ നമ്മൾ നായകനായിട്ട് കാണുന്നു, ആൾക്കെതിരെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ വില്ലനാവുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അത് തന്നെയാണല്ലോ, അങ്ങനെയാണല്ലോ വില്ലന്മാരെന്ന് പറയുന്നത്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതായത് ഈ സിനിമ കാണുന്നവർക്ക് രണ്ടഭിപ്രായം ഉണ്ടാവും. ചിലർക്ക് ടൊവിനോ സൂപ്പറായി തോന്നും, ബേസിൽ മോശമെന്നല്ല കേട്ടോ. അതായത് ബേസിലിനേക്കാൾ സൂപ്പർ, അത് നായകൻ എന്നുള്ള രീതിയിൽ തന്നെ ഡോമിനേറ്റ് ചെയ്ത് കുറച്ച് പവർഫുൾ ആയിട്ടൊക്കെ വരുന്നത് ശരിക്കും ടൊവിനോന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. അതില്ലെന്നല്ലോട്ടോ ഞാൻ പറയണത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി, അതായത് ഒരു സിനിമ ആകുമ്പോ നമ്മള് ആദ്യം നായകന്റെ അങ്ങനെ നോക്കുമ്പോ ബേസിലിന് തന്നെയാണ് നായക സ്ഥാനം എന്ന് പറയേണ്ടി വരും. നമ്മളെന്തായാലും തർക്കിക്കുന്നില്ല, ബേസിലിന്റെ രീതിയിൽ തന്നെയാണ് ഇതിന്റെ കഥ പറയുന്നത്. എന്നാൽ ടൊവിനോ തൂക്കി. ഓക്കെ, എന്തായാലും അതിരടി. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് ബേസില് ടൊവിനോ, പിന്നെ വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, പിന്നെ ആരൊക്കെയാ? പിന്നെ വേറൊരു മുതലുണ്ട്, അത് പറയണോ? അതിന്റെ അതായത് ഇന്ന് കണ്ടു കഴിഞ്ഞവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഗംഭീര സീനാട്ടോ അത്. പെയ്ഡ് പ്രീമിയറിന് കേറിയവർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവും. ഇനി അല്ലാത്തൊരു നാളെ സിനിമ റിലീസ് ആകുമ്പോ കാണുക. അല്ല, അതിന് മുൻപ് അതിന്റെ റീല് അത് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം അമ്മാരി അടിയാണല്ലോ അടിച്ചിട്ടുള്ളത്. എന്തായാലും ഗംഭീര സീനാ, ഒരു രക്ഷയില്ല. എല്ലാം വർക്കായിട്ടുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്നു കണ്ട സിനിമ. അതെ, ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്നു. അതായത് വാഴയ്ക്കൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. വാഴ 2 ആ ഒരു ലെവലിൽ നമ്മൾ ഇറങ്ങിയിരുന്നേ. ഏകദേശം അതേ ഒരു വൈബിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ വാഴ 2 കുറച്ച് ഇമോഷൻസ് കൂടുതലുണ്ടായിരുന്നു. ഇതിലും ഇമോഷൻസ് ഉണ്ട് കേട്ടോ. ഇമോഷൻസ്, ഫണ്ണ്, എന്റെ മോനെ ജാതി കോമഡി, ലവിന് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഫ്രണ്ട്ഷിപ്പ് ഭീകരമാട്ടോ. ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരം. ആ കോംബോ ബേസിന്റെ ടീമിന്റെയും ഓക്കെയാണ്, അതേപോലെ ടോവിനോന്റെ ടീമിന്റെയും ഓക്കെയാണ്. ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പിന്നെ കോമഡി നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് മികച്ച പെർഫോമൻസ്. ടൊവിനോനെ തന്നെ ആദ്യം എടുത്ത് പറയണം. ടൊവിനോയുടെ ക്യാരക്ടർ, ആളുടെ അത് നീ അംഗീകരിക്കൂലല്ലോ ചിലപ്പോ. അല്ല, ലുക്കൊക്കെ ഞാൻ അംഗീകരിക്കും. അതല്ല, ആദ്യം എടുത്ത് പറയണം എന്ന് പറയുമ്പോഴേ അതല്ല, അത് ബേസിലെ പറഞ്ഞിട്ട് മതി നീ ടൊവിനോനെ. അങ്ങനെ പറയുമ്പോ അത് ഓക്കെയാണ്. ഞാൻ ആ കാര്യം വിട്ടുപോയി ഇതിനിടയ്ക്ക്, റിവ്യൂവിന്റെ ഇടയ്ക്ക് അത് മറന്നുപോയി. അത് മറന്നുപോയി. ഞങ്ങൾ ഈ സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു മൂഡിലായിരുന്നു. ബേസിലോ അതോ ടൊവിനോയോ? എനിക്ക് ഇതേ ഫീൽ ചെയ്തിട്ടുള്ള ഒരു പടമുള്ളൂ, അയ്യപ്പനും കോശി. അന്ന് ഇതേപോലെ ആയിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള, അതായത് ബിജുമേനോനാണോ പൃഥ്വിരാജാണോ എന്നുള്ള സാധനം. എനിക്കതിൽ ബിജുമേനോനാ. അല്ലേ? എനിക്കവിടെ പൃഥ്വിരാജായിരുന്നു. ഇതാണ് വ്യത്യാസം. അന്ന് ഞാനും വേറെ ഫ്രണ്ടും കൂടി ഭയങ്കരമായിട്ട് അടിയായിരുന്നു. കാരണം ഇത് പറഞ്ഞിട്ട് അതേപോലെ എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോഴാണ്. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴും ഇത് തന്നെയാ. അതായത് എനിക്ക് ബേസിലാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. തിരുവനന്തപുരം സ്ലാങ് ഗംഭീരമായിട്ട് പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്ലാങ്ങിന്റെ മാത്രമല്ല, ലുക്ക്, പിന്നെ കോസ്റ്റ്യൂം, ക്യാരക്ടർ അതൊക്കെ അടിപൊളിയുണ്ട് കേട്ടോ. കുറച്ച് ഏജ് ആയിട്ടുള്ളത് തന്നെ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. പിന്നെ ആൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, തോട്ട പരിപാടി. സത്യം. ഇതേപോലെ തന്നെയാണ്. ഇപ്പം ടോവിനോനെ മാത്രം പറഞ്ഞാൽ പോലോ, ബേസിലിന്റെ ലുക്കൊക്കെ എന്താ വെച്ചാ പാക്കാ കോളേജിൽ നിന്ന് ഇറങ്ങിയ ചെക്കൻ. സത്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് നമുക്ക് സിനിമയിൽ നമുക്ക് അത് കിട്ടുന്നു. പിന്നെ വിനീത് ശ്രീനിവാസനാണെങ്കിലും, ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ അതേ കഥാപാത്രങ്ങളായിട്ടാണ് വന്നിട്ടുണ്ട്. ഗംഭീരം, അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഡയറക്ടർ അരുൺ അനിരുദ്ധൻ, അതായത് മിന്നൽ മുരളിന്റെ എഴുത്തുകാരൻ ഇവിടെ ഡയറക്ടർ ആവുന്നു. അവിടുത്തെ ഡയറക്ടർ ഇവിടെ നായകനാവും. അവിടെ നായകനായി വന്ന ആള് അറിയാതാണെങ്കിലും അത് അംഗീകരിച്ചു. അവിടെ നായകനായി വന്ന ആള് ഇവിടെ വില്ലനാവുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്, പക്ഷെ എല്ലാം വർക്കായി. അവിടെ എന്തൊക്കെ വർക്കായോ അവിടെ എല്ലാം നല്ല രീതിയിൽ സിനിമ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതിന്റെ ഫണ്ണൊക്കെ
അത്രയ്ക്ക് രസമായിട്ടാണ് വന്നിട്ടുള്ളത്. സൂപ്പർ ഫണ്ണ്. പിന്നെ ക്യാമ്പസിലെ കുറച്ച് പരിപാടി അതാണ് അതൊക്കെ കോളേജ് പരിപാടി തന്നെ ഭയങ്കര വൈബാണ്. അത് നല്ല അത് വൈബാണ്. പക്ഷെ അത് എടുക്കേണ്ട പോലെ എടുക്കും കൂടി വേണം. ഇത് നല്ല രീതിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ മേക്കിംഗ്, ഗംഭീര സിനിമ, നല്ല സ്ക്രിപ്റ്റ് ആണ്, നല്ല രീതിയിലുള്ള മേക്കിംഗ്, പിന്നെ മ്യൂസിക് നന്നായിട്ട് അതിനെ സഹായിച്ചിട്ടുണ്ട്. ഇത് വല്ലപ്പോഴും ഇങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ സംഭവിക്കും. അതും ഈ ഒരു ക്യാമ്പസ്, പിന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ രണ്ട് കോമഡി, ഫ്രണ്ട്ഷിപ്പ്, അതെ, ക്യാമ്പസ്, പിന്നെ വൈബ് സീനുകൾ, അതായത് ഓരോ നിമിഷത്തിലും നമുക്ക് ത്രില്ല് നൽകുന്ന സീനുകളുണ്ട്. രോമാഞ്ചിഫിക്കേഷൻ, ഇന്റർവെൽ സാധനം, അങ്ങനെയുള്ള പല സാധനങ്ങളും ഗംഭീരായിട്ടാണ്. പിന്നെ എന്താ ഇത് കൊണ്ടുപോയി വെച്ചിരിക്കുന്ന രീതി, അവസാനത്തിലേക്ക് ഇത് എങ്ങനെ കൊണ്ടുപോയി എത്തിക്കും എന്നുള്ളത്, അതിലുള്ള സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ മൊത്തത്തില് സമ്പൂർണമായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ്. പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് ടോവിനോയ്ക്ക് പെർഫോമൻസിന്റെ കുറെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞവർക്കൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. തിരിച്ചുവരോ തീർച്ചയായിട്ടും. അതായത് പെർഫോമൻസ് ബേസ്ഡ്. ആളുടെ മറ്റുള്ള പെർഫോമൻസ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ കുറെ നെഗറ്റീവുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നെഗറ്റീവുകളില്ലാതെ, അതായത് എല്ലാവരും ഒരേ സ്വരത്തിൽ ഗംഭീരം തന്നെ പറയും. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് അതാണ് അങ്ങനത്തെ ക്യാരക്ടറുകള് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ മ്യൂസിക്കിന്റെ ഭാഗമാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫാമിലിക്ക് പറ്റുന്ന രീതിയിലുള്ള അതിന്റെ ഇമോഷൻസ്, അത് വർക്ക് ചെയ്തിരിക്കുന്ന രീതി എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. പക്കാ എന്റർടൈൻമെന്റ് മൂവി. അതാണ് പറഞ്ഞത്, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഒരു എന്റർടൈൻമെന്റ് മൂവി നമ്മള് ആസ്വദിച്ചിരുന്ന നമുക്ക് ടൈം പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് എടുക്കാവുന്ന. പിന്നെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സാധാരണ ഇപ്പൊ ഓരോ ജോണറിലും ഓരോ സിനിമ വരും. അതിലിപ്പോ ഇന്നത് ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇന്നതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. ഇതിലേക്ക് വരുമ്പോ ഇതിലേതും ആർക്കും അതായത് എല്ലാ വിഭാഗക്കാരെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് സിനിമ എടുത്തു വെച്ചത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. എന്താണെങ്കിലും എല്ലാവർക്കും കാണാം. അതെ, അതെ. ഇനിയിപ്പോ കോളേജിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു 40-30 ആ ഒരു ഏജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമ. ഇപ്പോ സുഹൃത്തുക്കൾ ഒരുമിച്ച് വരുന്നു, ഫാമിലി ഒരുമിച്ച് വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് സിനിമക്ക് പോവുക. അപ്പൊ ഏത് വിഭാഗക്കാർക്കും പോകാൻ പറ്റുന്ന, ഇനി ഏജ് ഉള്ളവർക്കാണെങ്കിലും അങ്ങനെയും ആർക്കും പറ്റുന്ന സിനിമ. പിന്നെ റിയ ഷിബു എടുത്തു പറയേണ്ടതാണ്. ആളെ സർവ്വമായിക്ക് ശേഷം അതായത് അഭിനയ രീതി അങ്ങനെയൊക്കെ തന്നെയാണ്. മീൻസ് മറ്റുള്ള അത് നമുക്കറിയാലോ, സർവ്വമായിൽ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആൾ അതിനകത്തും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആളുടെ പെർഫോമൻസ് ഒക്കെ ഇതിലാരും മോശമല്ല. ഒരാളെ മോശം പറയാൻ പറ്റില്ല. അടിപൊളിയായിട്ടുണ്ട് ചെയ്തത്. അപ്പൊ എന്താണെങ്കിലും ടിക്കറ്റ് എടുത്തോളാം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അപ്പൊ തൂക്കി. യെസ്.